ബ്രേക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ആ ആർജയിങ്ങിന് വേണ്ടിയിട്ട് ദുബായിൽ പോയത് കൊണ്ടുണ്ടായിട്ടുള്ള ബ്രേക്കാണ്. പക്ഷേ അല്ലാതെ വരുന്ന ബ്രേക്സ് ഡെഫിനറ്റ് ആയിട്ട് മലയാള സിനിമ തരുന്ന ബ്രേക്സ് തന്നെയാണ്. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ഇടവേള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ദുബായിൽ വേറെ ഒരു രാജ്യത്തേക്ക് നമ്മൾ പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇങ്ങനെ 2 ദിവസത്തെ വർക്ക് എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് വന്ന് പോകാനൊന്നും പറ്റില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ബൾക്കായിട്ടുള്ള ഡേയ്സ് ആണ് എന്നുണ്ടെങ്കിൽ ഓക്കെ വന്ന് ചെയ്തിട്ട് പോവാം. പക്ഷെ അതിൻ്റെ ബാക്കി 2 ദിവസം കൂടെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഡബ്ബിങ്ങിന് വേണ്ടി 2ാമത് വരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഒരു ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വരുമ്പം പക്ഷെ ഇതൊക്കെ സമ്മതിച്ച് നമ്മളെടുത്ത് വരുന്ന ആൾക്കാരുണ്ട്. അത് വേറെ രീതിയിലുള്ള അതായത് എന്തായാലും മീര തന്നെ ചെയ്യണം എന്ന് അങ്ങനെ വിചാരിച്ച് വരുന്ന ആൾക്കാരുണ്ട്. അപ്പം അത് എനിക്ക് പ്ലീസിങ് ആയിട്ട് തോന്നുകയാണ്, എനിക്ക് ഓക്കെ ആയിട്ട് തോന്നുകയാണ് ആ സിനിമ എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അത് ചെയ്യാറുണ്ട്. അല്ലാതെ ഉള്ള സിനിമകൾ എനിക്ക് വേണ്ടാന്ന് വെക്കലേ നിവൃത്തിയുള്ളൂ. അതാണൊരു അങ്ങനെ തന്നെ നേതാവേ. ഇത് 2 മാസം മുന്നേ ഷൂട്ട് കഴിഞ്ഞ സിനിമയാണ്. ഒരു 1.5 മാസം മുന്നേ ആണ് ഇതിൻ്റെ ഷൂട്ട് കംപ്ലീറ്റ് കഴിഞ്ഞത്. മെയ് 20 ആണ് നമ്മൾ റിലീസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊന്ന് നീങ്ങി ജൂൺ ഫസ്റ്റ് വീക്കായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതങ്ങനെ ഇരുന്ന് പോയിട്ടുള്ള ഒരു സിനിമയല്ല. അവർക്ക് മെയ് 20-ാം തീയതി തന്നെ റിലീസ് വേണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇലക്ഷൻ്റെ കാര്യം കൊണ്ടും ബാക്കി പല റീസൺസ് കൊണ്ടും ഒരാഴ്ച അങ്ങോട്ട് പോസ്റ്റ്പോണായി, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സിനിമ ഷൂട്ട് ചെയ്തത് മാർച്ച് ഏപ്രിൽ സമയത്താണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ സംസാരിക്കുമ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞ മീര ഉണ്ടല്ലോ എന്നുള്ള ഒരു സംസാരമായിരുന്നു ഉണ്ടായിരുന്നത്. ലൈക്ക് വെൻ ദേ യൂസ് ടു ഡിസ്കസ് ആരായിരിക്കണം ഈ ക്യാരക്ടർ ചെയ്യേണ്ടത് എന്നുള്ള ഡിസ്കസ് ചെയ്യുമ്പം ബേസിക്കലി കുറച്ച് ആൾക്കാർ മറന്നു തുടങ്ങിയിരുന്നു ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത്. സോ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അങ്ങനെ. പക്ഷേ അവർ വിളിച്ചു. ക്യാരക്ടർ എനിക്ക് മോശമില്ലാത്ത ക്യാരക്ടറായിട്ട് തോന്നി. സിനിമ ടീം വൈസും എനിക്ക് നല്ലൊരു ടീമായിട്ട് തോന്നി. ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള ഒരു സിനിമ. ടെക്നിക്കലി എം ജയചന്ദ്രൻ മ്യൂസിക് ചെയ്യുന്നു, അനിൽ നായർ ക്യാമറ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ടീമാകുമ്പം ഡെഫിനറ്റ് ആയിട്ടും ദർ ഇസ് സംതിങ് ഇൻ ദിസ് മൂവി എന്നുള്ളൊരു ട്രസ്റ്റിൻ്റെ മേളിലാണ് നമ്മൾ ഈ സിനിമ ചെയ്തത്. ടു ബി ഫ്രാങ്ക് ചിലപ്പോൾ ആയിരിക്കാം. പക്ഷെ എൻ്റെ ക്യാരക്ടർ എൻറ്റയർലി ഓപ്പോസിറ്റ് ക്യാരക്ടറാണ്. തീരെ ഗ്രാമത്തോടൊക്കെ ഒരു വെറുപ്പും എല്ലാം ഉള്ള ഒരു ക്യാരക്ടർ. സിറ്റിയിൽ ജനിച്ച് വളർന്നൊരു കുട്ടി. അപ്പോൾ ഈ കുട്ടി ഓസ്ട്രേലിയയിലേക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹമാണ് ഈ കുട്ടിക്ക് ഉള്ളത്. അപ്പം അങ്ങനെ പോകണം, അവിടെ ജോലി ചെയ്യണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വില്ലേജിൽ അഗ്രികൾച്ചറൽ ഓഫീസർ ആയിട്ടുള്ള 6 months ഒരു എക്സ്പീരിയൻസ് വേണം. അതിന് വേണ്ടിയിട്ടാണ് പുള്ളിക്കാരി ഈ ഗ്രാമത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. പൊടി കാണുമ്പോൾ ഭയങ്കര ഡിസ്ഗസ്റ്റ്, ഭയങ്കര വെറുപ്പ്, ആൾക്കാരോട് വെറുപ്പ്, ആൾക്കാർക്ക് സംസാരിക്കാൻ അറിയില്ല എന്നുള്ളൊരു ഫീല്. അപ്പോൾ അതൊക്കെയാണ് ഈ കുട്ടിയുടെ മനസ്സിൽ ആദ്യം ഉള്ളത്. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലേറ്റർ ഓൺ ആണ് കുട്ടിക്ക് മനസ്സിലാവുന്നത് ഗ്രാമത്തിലുള്ള ആൾക്കാർക്കാണ് സ്നേഹം കൂടുതൽ. നിഷ്കളങ്കമായ സ്നേഹമാണ് അവിടുത്തെ ആൾക്കാർക്കൊക്കെ ഉള്ളത്. വേറെ ചിന്തകളൊന്നുമില്ല. അവരുടെ ലൈഫ് നാളെ ഇപ്പം നമ്മൾക്ക് ഇവിടെ സിറ്റിയിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്കുള്ള ചിന്ത ഈശ്വര ഇനി 5 വർഷം എങ്ങനെ നമ്മൾ 5 വർഷം കഴിച്ച്, അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഇവിടുത്തെ ഉള്ള ചിന്ത. ഗ്രാമത്തിലുള്ള ആൾക്കാർക്കൊക്കെ നാളെ എന്ത് നടക്കുന്നോ അതാണ് അവരുടെ ലൈഫിൽ. ദാറ്റ് ഇസ് ഓൾ വാട്ട് ദേ ഹാവ് ടു തിങ്ക് അബൌട്ട്. അപ്പം ദാറ്റ് ഇസ് ഓൾ വാട്ട് ദേ തിങ്ക് അബൌട്ട് ആക്ച്വലി. സോ അതാണ് ഈ കുട്ടിയെ ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്യിപ്പിച്ചത്, അവിടുത്തെ ആ നാടും നാട്ടുകാരും ഒക്കെ. അപ്പം ഗ്രാമത്തിലെ ബേസ് ചെയ്തിട്ടുള്ള സിനിമയിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് RJ എന്ന് പറയുന്ന സംഭവം ട്രൈ ചെയ്യണം എന്നൊരു ആഗ്രഹം എപ്പോഴും ഉള്ളിലുണ്ടായിരുന്നു. പല സ്ഥലങ്ങളിൽ റേഡിയോസിലൊക്കെ പോകുന്ന സമയത്ത് RJs സംസാരിക്കുന്ന കേൾക്കുമ്പം നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെ നിർത്താതെ സംസാരിക്കാൻ പറ്റണത്, എങ്ങനെയാണ് വിഷയദാരിദ്ര്യമില്ലാതെ സംസാരിക്കാൻ പറ്റണത്, എങ്ങനെയാണ് ഈ സംഭവങ്ങളൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ട്. ശരിക്കും മൾട്ടി ടാസ്കിങ് ആണത്. നമ്മൾ പല സംഭവങ്ങളും ഒരുമിച്ച് ചെയ്യാണ്. നമ്മളുടെ ആ സമയത്ത് നമ്മൾ മാത്രമാണ് സ്റ്റുഡിയോയിലുള്ളത്. നമ്മളുടെ പാകപ്പിഴ കൊണ്ട് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് റേഡിയോയിനല്ല പോവുക. റേഡിയോന് പോകുന്നു ബ്ലെയിം എന്നുണ്ടെങ്കിലും നമ്മളുടെ തലയിലേക്കാണ് ആ ബ്ലെയിം മൊത്തം വരിക. അപ്പം ഭയങ്കര റിസ്ക് പിടിച്ച പരിപാടിയാണെന്ന് ലേറ്റർ ഓൺ ആണ് മനസ്സിലായത്. ആദ്യം വിചാരിച്ചു വളരെ എളുപ്പമാണല്ലോ, മൈക്കിന് മുന്നിലിരുന്ന് കുറച്ച് സംസാരിച്ചാൽ മതി എന്നുള്ളതാണ് വിചാരിച്ചത്. പക്ഷെ അതിൻ്റെ
അപ്പോൾ അത് എപ്പോഴെങ്കിലും ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഈ ഒരു ഓഫർ വന്നു കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്തായാലും ഞാൻ അടുപ്പിച്ചടുപ്പിച്ച് ഓക്കെ ഈ സിനിമ കഴിഞ്ഞ അടുത്ത സിനിമ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നില്ല. സിനിമ ചെയ്യാനായിട്ട് അവർ ഓക്കെയുമാണ്. നമ്മുടെ റേഡിയോ ഇസ് ഫൈൻ, അവരെപ്പോൾ വേണമെങ്കിലും സിനിമ പോയി ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. സോ അത് തന്നെയായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ എന്താ പറയുക ഓക്കെ എന്നാൽ ഇത് ചെയ്തേക്കാം എന്നുള്ളൊരു തോന്നൽ വരുത്തിയൊരു സംഭവം. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള, അപ്പം ഞാനും ശ്രീജിത്തൊക്കെയാണ്, ശ്രീജിത്ത് വിജയ് ആണ് ഞങ്ങൾ ആദ്യം ഷോസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ശ്രീജിത്തൊക്കെ പറയും ശരിക്കും നമ്മളെടുക്കുന്ന സ്ട്രെസ്സ് ഭയങ്കരമല്ലേ, നമ്മൾ ഈ ഒരു 2 മിനിറ്റിൽ നമ്മൾ സംസാരിക്കുന്നത് ഒരുപാട് വർക്ക് ചെയ്ത് ആദ്യം എഴുതി പിന്നെ തിരുത്തി പിന്നെ എഴുതി പിന്നെ മനസ്സിലാലോചിച്ച് നമ്മുടെ വായിൽ എന്ത് വരുന്നോ, എസ്പെഷ്യലി UAE പോലത്തെ ഒരു സ്ഥലത്ത് പല സംഭവങ്ങളും നമ്മൾ പറയാൻ പാടില്ല. വായന്ന് ചില വാക്കുകൾ വീണ് കഴിഞ്ഞാൽ പിന്നെ ശരി എന്നാൽ നാട്ടിൽ കാണാം എന്ന് പറഞ്ഞിട്ട് വരേണ്ടി വരും. അങ്ങനത്തെ ഒരു സ്ഥലമാണ് UAE. ഭയങ്കര കുറച്ച് റെസ്ട്രിക്ഷൻസും സംഭവങ്ങളൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ വെരി 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 കെയർഫുൾ ആയിരിക്കണം നമ്മൾ ഈ സംഭവം ചെയ്യുമ്പോൾ എന്നുള്ളത്. അത് ഇൻ എ വേ അതൊരു ത്രില്ലും കൂടെ ആയിരുന്നു എനിക്ക്. ഇത്രയൊക്കെ സംഭവങ്ങൾ ഐ എം ഡൂയിങ് ഇറ്റ് മൈസെൽഫ്. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ആദ്യമായിട്ടാണ് എന്നുള്ളൊരു തോന്നൽ. അത് വളരെ ഒരു വലിയൊരു പോയിന്റ് ആയിരുന്നു. ഞാൻ ഈ RJ എന്ന് പറയുന്നത് ഏറ്റെടുക്കാൻ ആയിട്ട് പ്രേരിപ്പിച്ചൊരു സംഭവം കൂടെയായിരുന്നു അത്. കാര്യം ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള യാത്രകളില്ല. ഇവിടെ നാട്ടിലാണെങ്കിൽ എപ്പോഴും എവിടേക്കെങ്കിലുമൊക്കെ എപ്പോഴും യാത്രകൾ ഉണ്ടാവും, എപ്പോഴും മേക്കപ്പ് ഇടുക, അത് ഇത് ഇടുക, എനിക്ക് എപ്പോഴും ഒരുങ്ങി നടക്കാനൊന്നും ഇഷ്ടമില്ലാത്ത ആളാണ്. പക്ഷെ ദുബായിൽ ചെന്നപ്പോഴാണ് അറിഞ്ഞത് തീരെ ഒരുങ്ങി നടക്കാത്തതും വലിയ പ്രശ്നമാണ് എന്നുള്ളത്. ബിക്കോസ് അവിടെയൊക്കെ എല്ലാവരും ഓഫീസ് ജോലിക്ക് എന്ന് പറഞ്ഞ് ഇറങ്ങുന്നത് ഒരു 6 ലെയർ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടാണ് ആൾക്കാർ ശരിക്കും റിയലി ആൾക്കാരെ ഇറങ്ങണത്. ഓഫീസ് ജോലിക്കാണെങ്കിൽ പോലും അത്ര കട്ടിക്കൊക്കെ മേക്കപ്പ് ഇട്ടിട്ടാണ് ആൾക്കാരെ ഇറങ്ങണത്. ഇപ്പൊ കുറച്ചൊന്ന് പ്രസന്റബിൾ ആവാനായിട്ട് കുറച്ച് പഠിച്ചു എന്നൊക്കെ ഉള്ളത്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ബിക്കോസ് ഈ ഒരു കാലയളവിൽ ഒറ്റയ്ക്ക് താമസിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ചലഞ്ചായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. എനിക്ക് അമ്മ അച്ഛൻ അനിയൻ ഇല്ലാതെ എവിടെയും ഞാൻ അങ്ങനെ അധികം പോയിട്ടില്ല. ആരെങ്കിലും ഒരാൾ എന്തായാലും ഉണ്ടാവും എൻ്റെ കൂടെ. ഒരു കാര്യം തന്നെ മാനേജ് ചെയ്യാൻ അറിയില്ല, കുക്ക് ചെയ്യാൻ അറിയില്ല, അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങളായിരുന്നു. പക്ഷെ ഒറ്റയ്ക്ക് താമസിച്ച് തുടങ്ങിയപ്പോഴാണ് വാട്ട് ഈസ് ലൈഫ് എന്നുള്ളത് പഠിച്ചു തുടങ്ങിയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നാട്ടിൽ RJസിനെ നോക്കി കാണുന്നത് ഇസ് വെരി 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 ഡിഫറെൻറ്റ് ഫ്രം ദുബായിൽ ആൾക്കാർ RJസിനെ നോക്കി കാണുന്നത്. സീരിയസ് ആയിട്ട് പറയണം. ബിക്കോസ് അവിടെ ഉള്ള ഒരു അവാർഡ് ഫംഗ്ഷൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് എനിക്ക് ഒരു RJ ആയാൽ കൊള്ളാം എന്നൊക്കെ ഒരു തോന്നലുണ്ടായത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ UAE ദുബായിൽ തന്നെ ഒരു അവാർഡ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, റേഡിയോ അവാർഡ്സ് എന്ന് പറഞ്ഞിട്ട്. റേഡിയോ അവാർഡ്സിന് എന്നെ പെർഫോം ചെയ്യാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫംഗ്ഷന് ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് കരീന കപൂർ ആയിരുന്നു. ഈ കരീന കപൂറിന് കിട്ടുന്നതിനെക്കാട്ടിലും ഒക്കെ വലിയ സ്വീകരണവും കയ്യടിയും വെൽക്കമും ഒക്കെ ആയിരുന്നു. അവിടുത്തെ ഏറ്റവും നല്ല RJക്കുള്ള അവാർഡ് അനൗൺസ് ചെയ്തപ്പോൾ പുള്ളിക്കാരിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ അത് തന്നെ വല്ലാതെ ഈശ്വര ഇത്ര ഫാൻസോ. RJs എന്നൊക്കെ പറയുമ്പം ദേ ആർ ആക്ച്വലി കൺസിഡേർഡ് ആസ് സെലിബ്രിറ്റീസ്. അവിടെ UAE അവരങ്ങനെയാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. ഇത് കൊള്ളാലോ എന്നുള്ള സംഭവം നമുക്കപ്പോൾ തോന്നും. അതുകൊണ്ട് തന്നെ ഒന്ന് ട്രൈ ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി. അപ്പോഴാണ് സത്യം പറഞ്ഞാൽ അത് ഓക്കെ ചെയ്തേക്കാം നോക്കിയേക്കാം എന്ന് വിചാരിച്ചത്. അതുകൊണ്ട് ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെൻറ്റ്. നമ്മൾ നാട്ടിൽ ഒരു RJ നോക്കി കാണുന്ന അപ്പം ഞാൻ തീരുമാനിച്ചതാണ് RJ ആവുകയാണെങ്കിൽ ഇവിടെ ആയിരിക്കില്ല, എന്തായാലും ഇന്ത്യക്ക് പുറത്തേ ആവുള്ളൂ എന്നുള്ളത്.